ഓൾ ഓഫ് യു ഹായ്. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് നോക്കിക്കേ. വാട്ട് ഡസ് ഹി സേ അബൌട്ട് ദ കൈൻഡ് ഓഫ് ടൂൾസ് ദാറ്റ് വെയർ യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ടു പ്രൊട്ടക്ട് ദംസെൽഫ് ഫ്രം വൈൽഡ് ആനിമൽസ്? വൈൽഡ് ആനിമൽസിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ആദ്യകാലത്ത് എന്തൊക്കെ ടൂൾസാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? എന്തൊക്കെയാണ്? സ്റ്റോൺ ആക്സ്, സ്റ്റോൺ നീഡിൽ, സ്പിയേഴ്സ്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് കുഡ് ബി ദ പർപ്പസസ് ഫോർ വിച്ച് ഹ്യൂമൻസ് ഇൻ ദാറ്റ് പീരീഡ് യൂസ്ഡ് സച്ച് ടൂൾസ്? അതായത് ഈ സ്റ്റോൺ ടൂൾസൊക്കെ എന്തിനാണ് ആദ്യകാലത്ത് ആളുകൾ ഉപയോഗിച്ചിരുന്നത്? ഒന്നാമത്തത് ഫോർ പ്രൊട്ടക്റ്റിംഗ് ദംസെൽഫ് ഫ്രം ആനിമൽസ്, ആനിമൽസിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയും ഫോർ ഹണ്ടിങ്, വേട്ടയാടുന്നതിന് വേണ്ടിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആർക്കിയോളജിസ്റ്റ് ഡിവൈഡ് human history into different stages on the basis of the materials used for making tools. അത് ടൂൾസ് ഉണ്ടാക്കാൻ അവരുപയോഗിച്ചിരുന്ന മെറ്റീരിയൽസിൻ്റെ ബേസിലാണ് ആർക്കിയോളജിസ്റ്റ് ഹ്യൂമൻ ഹിസ്റ്ററി ഡിവൈഡ് ചെയ്തതെന്ന് പറഞ്ഞു. ഏതൊക്കെയാണത്? ഒന്നാമത്തത് സ്റ്റോൺ ഏജ്, രണ്ടാമത്തത് മെറ്റൽ ഏജ്. സ്റ്റോൺ ഏജ് ഹാവ് 3 സ്റ്റേജസ് അല്ലേ? 3 ഏജസിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമത് പാലിയോലിത്തിക് ഏജ്, രണ്ടാമത്തത് മെസോലിത്തിക് ഏജ്, മൂന്നാമത്തത് നിയോലിത്തിക് ഏജ്. സ്റ്റോൺ ഏജ് പോലെ തന്നെ മെറ്റൽ ഏജിലും 2 ഡിവിഷനുണ്ട്. ഏതൊക്കെയാണ്? ബ്രോൺസ് ഏജും അയൺ ഏജും. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം എന്താണ് സ്റ്റോൺ ഏജ്. ഏർലി ഹ്യൂമൻ യൂസ് ടു സ്റ്റോൺസ് ടു മേക്ക് ടൂൾസ് ആൻഡ് വെപ്പൺസ്. ദിസ് പീരീഡ് ഈസ് നോൺ ആസ് സ്റ്റോൺ ഏജ്. അത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. സ്റ്റോൺ ടൂൾസും വെപ്പണുമായിട്ട് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് നമ്മൾ സ്റ്റോൺ ഏജ് എന്ന് വിളിക്കുന്നത് അല്ലേ? പിന്നെയോ ബേസ്ഡ് ഓൺ ദി മെത്തേഡ് യൂസ്ഡ് ടു മേക്ക് സ്റ്റോൺ ടൂൾസ്, ദ സ്റ്റോൺ ഏജിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാലിയോലിത്തിക് ഏജും മെസോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ്. പാലിയോലിത്തിക് ഏജ്, ദ യൂസ് ഓഫ് റഫ് ഓർ അൺപോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. അതായത് ഈ പാലിയോലിത്തിക് ഏജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് റഫ് ആൻഡ് അൺപോളിഷ്ഡ് സ്റ്റോൺ യൂസ് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. ഇനി പാലിയോലിത്തിക് എന്ന് പറയുന്ന ടേം 2 ഗ്രീക്ക് വേർഡിൽ നിന്ന് വന്നതാണ്, പാലിയോസ് ആൻഡ് ലിത്തോസ്. അപ്പോൾ പാലിയോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾഡ്. ലിത്തോസ് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ. The making of tools is related to the means of subsistence of primitive humans. അല്ലേ? പ്രിമിറ്റീവ് ഹ്യൂമൻസ് ടൂൾസ് ഉപയോഗിച്ചിരുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി 3 സ്റ്റേജസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ യൂട്ടിലൈസേഷൻ, രണ്ടാമത്തത് ഫാഷനിങ്, മൂന്നാമത്തത് സ്റ്റാൻഡർഡൈസേഷൻ. അപ്പോൾ എന്താണ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്? സ്റ്റോൺസ് യൂസ്ഡ് വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ ഷേപ്പ് ഒന്നും മാറ്റാതെ അതേപടി നമ്മൾ സ്റ്റോൺസ് ഉപയോഗിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫാഷനിങ്. ഫാഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോൺസ് യൂസ്ഡ് ബൈ ചേഞ്ചിങ് ദി ഷേപ്പ്. അതായത് നിലവിലുണ്ടായിരുന്ന ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഒറിജിനൽ ഷേപ്പിന് ചെറിയൊരു മാറ്റം വരുത്തി ഉപയോഗിക്കുന്നതിനാണ് ഫാഷനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ. എന്താണ് സ്റ്റാൻഡർഡൈസ് ചെയ്യുക? സ്പെസിഫിക് ടൂൾസ് ഫോർ ഈച്ച് പർപ്പസസ്. എന്താണോ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഉദ്ദേശം, അതിനനുസരിച്ച് ആയുധം ഉണ്ടാവുക. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉടനെ ഇടാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ക്ലാസ് കണ്ടു കഴിയുമ്പോഴേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.